നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന്റെ മുമ്പ് ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് സോഷ്യലിസ്റ്റ്, ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് വളർന്നു വന്ന പൈതൃകമുള്ള നേതാക്കന്മാർ, വിശ്വനാഥ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പിൻപറ്റിയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഭരണവർഗ രാഷ്ട്രീയത്തിന്റെയും ഒക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. എനിക്കിവിടെ ഇങ്ങനെ ഒരു യോഗം, അതിന്റെ ഭാഗമായിട്ട് വിശ്വനാഥ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കളെ സ്വീകരിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. യഥാർത്ഥത്തിൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ദിശാബോധത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ നിർബന്ധ ബുദ്ധി കാണിച്ചതാണ് കോൺഗ്രസിൽ നിന്ന് ഇവരെ വ്യതിരിക്തമാക്കുന്നത്. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അവർക്ക് വളരെ വ്യക്തതയോടുകൂടി തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ മുഖം നമുക്കെല്ലാം മനസ്സിലായത് തന്നെയാണ് സുധാകരന്റെ പ്രസംഗം. ഇവിടെ വന്നിട്ടാണ് ഈ ചേവായൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രസംഗം. ആ പ്രസംഗത്തിലാണ് കോൺഗ്രസിന്റെ പാനലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാനാവില്ല എന്ന സുധാകരന്റെ സാധാരണ, ഞങ്ങൾക്കതിൽ അനുഭവമൊന്നുമില്ല, കണ്ണൂർക്കാർ സ്ഥിരമായ പ്രസംഗത്തിന്റെ സ്റ്റൈല് അത് തന്നെയാണ്. അതെല്ലാം പ്രസംഗത്തിൽ ഒതുങ്ങുന്നതിന്റെ അപ്പുറത്തൊന്നും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പണ്ടേ അറിയാം, ഇപ്പോഴും അറിയാം. അതിലൊന്നും ആരും ഒരു പ്രയാസം നിങ്ങൾ അനുഭവിക്കണ്ട, ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകണ്ട, ഒരു പ്രയാസം ഉണ്ടാവുകയും ചെയ്യില്ല. CPIM-ന്റെ ചെമ്പതാകയും അതുപോലെ തന്നെ ഈ ചെമ്പതാകയുടെ ഒപ്പം തന്നെ നൽകിയിട്ടുള്ള ഈ ഷാളും, ചുവപ്പ് ഷാളും അണിഞ്ഞ നിങ്ങളെ തൊടാൻ ഒരു ശക്തിക്കും ഈ ഭൂമുഖത്ത് സാധിക്കില്ല. അതിനുള്ള പരിപൂർണമായ പിന്തുണ, അതിനുള്ള പരിപൂർണമായ സംരക്ഷണം ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഒരു തരത്തിലും പഴുതില്ലാത്ത രീതിയിൽ ഒരുക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താ? CPIM പരസ്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് അന്യമായ രീതിയിൽ വെച്ചു പൊറിപ്പിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളെപ്പോലെ പറയാൻ സാധിക്കുന്ന എത്ര പാർട്ടിയുണ്ട്? ഈ കാര്യം ഉറപ്പായിട്ട് പറയാണല്ലോ. പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് ഇത് കേൾക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും സാധിക്കുമല്ലോ. ജനങ്ങൾ അംഗീകരിക്കാത്ത, ജനങ്ങൾക്ക് അന്യമായ തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് വെച്ചു പൊറിപ്പിക്കില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന 38,000 ബ്രാഞ്ച് സമ്മേളനത്തിലും 2,444 ലോക്കൽ സമ്മേളനത്തിലും 209 ഏരിയ സമ്മേളനത്തിലും 14 ജില്ലാ സമ്മേളനത്തിലും ഇനി വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിലും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ കാര്യം ഇങ്ങനെയാണ്. തെറ്റായ ഒരു രീതിയും ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിനു മുമ്പുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതിന്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഞാൻ ഈ ഉൾച്ചേർത്ത് നിർത്തിയിട്ടുള്ള ഈ മൂല്യങ്ങളെയും അതിന്റെ മെറിറ്റിനെയും നിരാശപ്പെടുത്തുന്ന രീതിയിൽ, തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണതയെയും ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പരസ്യമായിട്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്താ ഇവിടെ ഉണ്ടായേ? ഇവിടെ 10-31 ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ കൃത്യമായ ഗ്രേഡ് തിരിച്ചു വന്നപ്പോ ഈ 31 ആളുകളെയും നിയമിക്കുന്നതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഉറുപ്പിക ശേഖരിച്ച് DCCക്ക്, അതുപോലെ തന്നെ അതിന്റെ DCCക്ക് മാത്രമായിരിക്കില്ലല്ലോ, കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടുമ്പോഴേ DCCക്ക് മാത്രമായിട്ട് നൽകുമെന്നുള്ള കാര്യവും നമ്മൾ കണ്ടില്ല. കോടിക്കണക്കിനാണ്. അപ്പോൾ ആ കോടികൾ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ വിശ്വനാഥ മാഷ് ഉൾപ്പെടെയുള്ള പഴയ പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്ക് അതിന് മനസ്സില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കൈക്കൂലി വാങ്ങി നിങ്ങൾക്ക് പണം തന്ന് ഇവിടെ ജീവനക്കാരെ നിയമിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. തികച്ചും ആദർശപരമായ, ധൈര്യപൂർവമായ ആ നിലപാടാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇവരും അവരും തമ്മിലുള്ള വ്യത്യാസം രൂപപ്പെടുത്തിയത്. അതാണ് കാര്യം. ഒന്ന് അഴിമതിക്ക് വേണ്ടി നിലകൊള്ളുന്നു, മറ്റൊന്ന് അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു. ഈ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കേരളത്തിലെ പാർട്ടി ഏതാണ് എന്ന ചോദ്യത്തിന് പ്രബലമായ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലായി. ഇതിന്റെ അടുത്ത് തന്നെയാണല്ലോ നമ്മുടെ വയനാട് പോയി, വിജയന്റെ വീട്ടിൽ പോയി. വിജയൻ കോൺഗ്രസിന്റെ DCC ട്രഷററാണ്. ആ മനുഷ്യനവിടെ ആത്മഹത്യ ചെയ്തു.
ആത്മഹത്യ ചെയ്യുക മാത്രമല്ല, മകനെ കൊന്നിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഞാൻ അങ്ങനെ തന്നെയാണ് അവിടെയും പറഞ്ഞത്. അവശേഷിക്കുന്ന ഒരു മകനും മകന്റെ ഭാര്യയുള്ള ആ വീട്ടിലാണ് ഞാൻ പോയത്. അവരിപ്പോഴും കോടിക്കണക്കിന് ഉറുപ്പികയുടെ കടത്തിലാണ്. കോൺഗ്രസിന് വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെ സഹകരണ സംഘത്തിൽ ആളുകളെ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക പിരിച്ച് കോടിക്കണക്കിന് ഉറുപ്പിക അവിടെ ജില്ലാ കമ്മിറ്റിക്ക് നൽകണമെന്ന് തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി അത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ച് ഇവിടെ വിശ്വനാഥൻ മാഷ് ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാടിന് തികച്ചും വ്യത്യസ്തമായി അവിടുന്ന് പണം വാങ്ങി, പലരോടും പണം വാങ്ങി. ആ പണമൊന്നും തിരിച്ചു കൊടുക്കാനോ ആ പണം വാങ്ങിയവർക്ക് കൃത്യമായി ജോലി കൊടുക്കാനോ ഒന്നും സാധിച്ചില്ല. അങ്ങനെ വിജയൻ ട്രഷറർ എന്ന രീതിയിൽ തന്റെ സ്വത്തെല്ലാം പണയം വെച്ച് വരുന്നവർക്കെല്ലാം കുറെയൊക്കെ കൊടുത്ത് ബാക്കി കടമായി കിടക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പിക കടം വന്നപ്പോഴാണ് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനോട് സുധാകരനോട് കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഇത്ര കോടിയാണ് കിട്ടാനുള്ളത്, അത് ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് കത്തെഴുതി. ആദ്യം കത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞു, അവസാനം കത്ത് കിട്ടിയെന്ന് പറഞ്ഞു. ഞാനവിടെ പോയപ്പോ അതുവരെ VD സതീശൻ പോയിട്ടില്ല. ഞാനവിടെ മനുഷ്യത്വപരമായ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് പോയതാണ്. ഇനിയും ആ കുടുംബം അവസാന നിമിഷം വരെ നിലനിന്ന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടപെട്ടത്. ഞാനവിടെ പോയ ദിവസമാണ്, ഞാൻ പോയതിന് ശേഷമാണ് അവിടെ സതീശൻ പോയത്. ഞാൻ പോയൊരു കാര്യം പറഞ്ഞു, തന്റെ സ്വന്തം മകനെ ഞാനില്ലാതെ വികലാംഗത്വമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവനവിടെ 6 കൊല്ലം ജോലി ചെയ്തതാണ് ആ ബാങ്കിൽ. എന്നിട്ട് MLA തന്നെ നേരിട്ട് കത്ത് കൊടുത്ത് ആ ബാങ്കിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ പിരിച്ചുവിട്ടു. എന്നിട്ട് അതിന് പകരം വേറൊരു കോൺഗ്രസിന്റെ നോമിനി ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ഉറുപ്പിക പൈസ വാങ്ങിയിട്ട് തന്നെ ഒരാളെ നിയമിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ട്രഷററായ കോൺഗ്രസിന്റെ അംഗവൈകല്യമുള്ള മകനെ 6 കൊല്ലക്കാലമായിട്ട് 7 കൊല്ലക്കാലമായിട്ട് അവിടെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി, അവന് ജോലിയില്ലാതെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് എന്നിട്ട് MLAയുടെ പേരിൽ കത്ത് കൊടുത്ത് ആ കത്തെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തടിസ്ഥാനപ്പെടുത്തി മറ്റൊരാളെ നിയമിച്ച് ആ നിയമിച്ചയാൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, ഇവന് ജോലിയില്ല. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ആത്മഹത്യ ചെയ്താൽ ഈ അംഗവൈകല്യമുള്ള മകന്റെ ജീവിതം എന്തായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നിട്ടാണ് ആദ്യം അവനെ കൊന്നത്. എത്ര പൈശാചികമായ രീതിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ ആ നിലയിലെത്തണമെങ്കിൽ എത്ര പ്രയാസപ്പെടണം. ആദ്യം മകനെ കൊന്നു, എന്നിട്ട് സ്വന്തം മരിച്ചപ്പോൾ കത്ത് എഴുതി വെച്ചു. ഇപ്പോഴും കൃത്യമായിട്ട് കടം എത്ര എന്നുള്ളതിനെ തിട്ടപ്പെടുത്തി. ഞാനവിടെ പോയപ്പോൾ തന്നെ കടത്തിന്റെ കൃത്യം അവർ എന്നോട് പറഞ്ഞു, കോടിക്കണക്കിനാണ്. എല്ലാം വിറ്റ് തുലച്ചാലും തീരാതത്ര കടം. ഇപ്പൊ ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഈ കടം വീട്ടേണ്ടത്. കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിന്ന് വാങ്ങിയ കടത്തിന്റെയും അതിന്റെ ഭാഗമായിട്ട് ബാങ്കിൽ നിന്നെല്ലാം വാങ്ങിയ സ്വത്ത് പണയം വെച്ച് വാങ്ങിയിട്ടുള്ള കടത്തിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് KPCC ഈ കടം വീട്ടി ഈ കുടുംബത്തെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പത്രക്കാരുൾപ്പെടെയുള്ള അവിടെ വന്നു ചേർന്ന ആളുകളെല്ലാം കേൾക്കത്തക്ക രീതിയിൽ തന്നെ ആ കുടുംബത്തെ സന്ദർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പത്രക്കാരെന്നോട് ചോദിച്ചു, ഇത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നില്ലെങ്കിലോ എന്ന്. അപ്പോഴും മനുഷ്യത്വപരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ കാര്യം കോൺഗ്രസ്സുകാർ ചെയ്യുന്നില്ല എങ്കിൽ ഈ കുടുംബം ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്യേണ്ടി വരുമോ അത് ഈ പാർട്ടി ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പിന്നീടാണ് സുധാകരൻ പോയിട്ട് VD സതീശൻ ഉരുണ്ടി കളിച്ചു, ഒന്നും പറഞ്ഞിട്ടില്ല. സുധാകരൻ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കടം ഉൾപ്പെടെയുള്ള കാര്യം ഏറ്റെടുക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ആ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് വീണ്ടും തള്ളിവിട്ടുകൂടാ. കാരണം ഈ കടമൊന്നും അവർക്ക് തിരിച്ചടക്കാൻ സാധിക്കുന്നത്, ഇതെല്ലാം കൈക്കൂലി വാങ്ങിയിട്ട് കൊടുത്തതാണ്. അവനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പറയുന്ന മനുഷ്യൻ വിജയൻ ആത്മഹത്യ ചെയ്യുന്നത്, മനുഷ്യൻ സ്വന്തം മോനെ തന്നെ കൊല്ലുന്നത്. ഈ ഒരു അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് വിശ്വനാഥൻ മാഷ് ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് അഭിനന്ദന സൂചകമായി പറയാനുള്ളത്, നിങ്ങളെടുത്ത തന്റെ ഇടമുള്ള തീരുമാനം കൊണ്ട് നിരവധി ആത്മഹത്യകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.